എനിക്കറിയാം, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. അത് ചിലപ്പോൾ വലുതാകാം, ചിലപ്പോൾ ചെറുതാകാം. ചിലപ്പോഴൊക്കെ അത് വെറുമൊരു സ്വപ്നമല്ലേ എന്ന് കരുതി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുമുണ്ടാവാം. പക്ഷേ ഞാൻ പറയുന്നു, അതുടനെ നടക്കും. അതുടനെ തന്നെ സംഭവിക്കും. നിങ്ങൾക്കറിയാമോ, ഒരു സ്വപ്നവും വളരെ എളുപ്പത്തിൽ നടക്കുകയില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ നടക്കുക എന്നത് വളരെയധികം കഷ്ടപ്പാട് തന്നെയാണ്. നമ്മളെ തന്നെ സംശയിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവാം. എനിക്ക് ടാലൻ്റ് ഉണ്ടോ, എനിക്കതിനുള്ള കഴിവുണ്ടോ, എനിക്കൊരു കാര്യം പ്രസന്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ നമ്മളെ തന്നെ ഒരുപാട് തവണ സംശയിച്ചിട്ടുണ്ടാവാം. മനസ്സ് മടുത്തു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. ഒന്നും തന്നെ ചെയ്യാൻ തോന്നാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാം. ആരും കാണാതെ ഒന്ന് പൊട്ടിക്കരയാൻ സാധിച്ചിരുന്നു എങ്കിലെന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാവാം. ആരും നമ്മളെ അംഗീകരിക്കുന്നില്ല എന്ന തോന്നലുണ്ടാവും. പക്ഷേ തോറ്റു കൊടുക്കാൻ സമയമായിട്ടില്ല. സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ തോൽവികൾ സംഭവിക്കാം. പക്ഷേ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കുന്നത് തോറ്റു കൊടുക്കാത്തവർ മാത്രമാണ്. കഷ്ടപ്പാടുകളുള്ള സമയം വരും. പക്ഷേ ആ കഷ്ടപ്പാടിന്റെ സമയവും കഴിഞ്ഞു പോകും. ആ കഷ്ടപ്പാടിന്റെ സമയങ്ങളും കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ മുമ്പോട്ട് തന്നെ പോകണം. കാരണം നമ്മൾ ഭൂമിയിൽ വന്നത് വെറുതെ ജീവിച്ച് മരിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടാണ്. ആർക്കാണ് ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നിട്ടുള്ളത്? ആർക്കുമില്ല. അതുകൊണ്ട് കംപ്ലൈന്റുകൾ പറയുന്നത് നിർത്തുക. എന്നിട്ട് സ്വയം എങ്ങനെ മെച്ചപ്പെടാൻ സാധിക്കുമെന്ന് നോക്കുക. അധ്വാനിക്കാൻ തയ്യാറാവൂ. ചിലപ്പോൾ ഒറ്റച്ചാട്ടത്തിന് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവില്ല. അതിന് പല പല സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത പല ജോലികളും നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. പൈസയ്ക്ക് വേണ്ടി പല മാർഗങ്ങളിലൂടെയും നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായി വന്നേക്കാം. ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും? ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെ കളിയാക്കുമോ? ഞാനത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റാറ്റസ് എന്താവും എന്നുള്ള ചിന്തകൾ തന്നെ നിങ്ങൾ ആദ്യം മാറ്റിവെക്കുക. നമ്മൾ ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചത്, ഈ സ്വപ്നങ്ങളെല്ലാം കാണുന്നത്, അത് മറ്റൊരാൾ അതിനെ എങ്ങനെ കാണുമെന്ന് ചിന്തിച്ച് അതിനെ നശിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ കാഴ്ചപ്പാടുകളാണ് എല്ലാം തന്നെ മാറ്റിമറിക്കുന്നത്. നമുക്ക് നാളെ യാഥാർത്ഥ്യമാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനുള്ള വിത്താണ് നമ്മളിപ്പോൾ പാകേണ്ടത്. നിങ്ങൾക്കറിയില്ലേ, ഒരു മരവും വളരെ പെട്ടെന്ന് തന്നെ തഴച്ചു വളരാറില്ല. അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങളും തഴച്ചു വളരും. ഓൾ ദ ബെസ്റ്റ്.